السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين والحمد لله رب العالمين. ഏറ്റവും സ്നേഹമുള്ള ഇഖ്റ തജ്വീദ് ഗ്രൂപ്പിലെ പ്രിയപ്പെട്ട പഠിതാക്കളെ, വിശ്വാസികളെ, അല്ലാഹു തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ ഖബൂൽ ചെയ്യുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ അതിന്റെ ഹഖ് പ്രകാരം മനസ്സിലാക്കാനും പാരായണം ചെയ്യാനും അതനുസരിച്ച് അമൽ ചെയ്ത് ജീവിക്കാനും റബ്ബ് തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സൂറത്തുൽ ഫാത്തിഹയുടെ പാരായണമാണല്ലോ നാം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ ഫാത്തിഹയിലെ അവസാന ആയത്താണ് ഇന്ന് നാം പഠിക്കുന്നത്. സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഇതാണല്ലോ സൂറത്തുൽ ഫാത്തിഹയിലെ അവസാന ആയത്ത്. സിറാത്ത എന്ന പദം നാം നേരത്തെ പ്രാക്ടീസ് ചെയ്തതാണ്. സ്വാദ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ട് മുന്നോട്ട് വളച്ചുകൊണ്ട് തെറ്റായ രൂപത്തിൽ പലരും പറയാറുണ്ട്. സ്വാദിന് ഉച്ചാരണ സമയത്ത് ചുണ്ടിന്റെ ചലനം ആവശ്യമില്ല. സ, സു, സൈ ഈ രൂപത്തിൽ നാവിന്റെ മധ്യഭാഗവും നാവിന്റെ മുരടും പൊക്കിക്കൊണ്ട് വായ നിറയെ ശബ്ദമുണ്ടാകും വിധം ഉച്ചരിക്കുമ്പോഴാണ് സ്വാദ് അതിന്റെ മഖ്റജിൽ നിന്നും കൃത്യമായി സിഫാത്തുകളോട് കൂടി ഉച്ചരിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ചുണ്ടു വളയാത്ത രൂപത്തിലുള്ള സ്വാദിന്റെ ഉച്ചാരണം നാം പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം സ്വാദിന്റെ കസ്റ് പൂർണ്ണമായ രൂപത്തിൽ തന്നെയാണ് പറയുന്നത് എന്ന് ഉറപ്പുവരുത്തുക. സ്വൈ ചില ആളുകളെല്ലാം പെട്ടെന്ന് ഫാത്തിഹ ഓതുമ്പോൾ സുറാത്തുല്ലദീന സുറാത്തുല്ലദീന എന്ന് പറയും. സ്വാദിന്റെ കസ്റ് പൂർണ്ണമാവാതെയാണ് അവർ പറയുന്നത്. പൂർണ്ണമായ കസ്റോട് കൂടി സ്വൈ എന്ന് തന്നെ നാം പറയണം. റാ, സിറാത്ത, റാഇന്റെ ഉച്ചാരണവും തഫ്ഖീമാകുന്ന റാഇന്റെ ഉച്ചാരണം റാ എന്നാണല്ലോ. അതും ചുണ്ടു വളയാതെ തന്നെ പറയേണ്ടതുണ്ട്. മൂന്നാമത്തെ അക്ഷരം ത, ത എന്ന അക്ഷരം ഉച്ചരിക്കുമ്പോഴും ഒരിക്കലും ചുണ്ടു വളച്ചുകൊണ്ട് പറയാൻ പാടില്ല. സിറാത്ത, സിറാത്ത കൂടെ പറഞ്ഞു നോക്കിയാൽ നമുക്കത് വേഗത്തിൽ ശരിയാക്കാൻ സാധിക്കും. സിറാത്ത, സിറാത്ത ഈ രൂപത്തിൽ നാം പ്രാക്ടീസ് ചെയ്യുക. അടുത്ത കലിമത്ത് അല്ലദീന, സിറാത്തല്ലദീന. അല്ലദീന എന്ന കലിമത്തിന്റെ ആദ്യാക്ഷരം ചേർത്ത് ഓതുന്ന സമയത്ത് ലാം ആണല്ലോ. സിറാത്തല്ലദീന, ലാമിനെ നേർപ്പിച്ചു പറയണം. സിറാത്തല്ല, ത്വല്ല കനപ്പിച്ചുകൊണ്ട് തെറ്റായി സിറാത്തല്ല എന്ന രൂപത്തിൽ പറയാൻ പാടില്ല. സിറാത്തല്ലദീന, ദാൽ നാവിന്റെ തല മേലെ മുൻപല്ലിന്റെ തലയോട് ചേർത്തി കാറ്റില്ലാത്ത വിധം ദി, സിറാത്തല്ലദീ ആ രൂപത്തിൽ ഉച്ചരിക്കണം. സിറാത്തല്ലദീന. അൻഅംത, അൻഅംത എന്ന കലിമത്തിൽ പല ആളുകളും പല തെറ്റുകളും ഓതാറുണ്ട്. ചില ആളുകൾ സിറാത്തല്ലദീന അൻഅംത എന്ന് ചേർത്തി ഓതുന്ന സമയത്ത് സിറാത്തല്ലദീന അൻഅംത എന്ന് ഓതുന്നവരുണ്ട്. അതുപോലെ അന്നംത എന്ന് പറയുന്നവരുണ്ട്. ആ താ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അൻഅംദ ദാലായിട്ട് തെറ്റായിട്ട് വരാറുണ്ട്. അതെല്ലാം ഒഴിവാക്കി സിറാത്തല്ലദീന അൻഅംത, ആ ഹംസയുടെ ഉച്ചാരണം വ്യക്തമായി വന്നില്ല എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സിറാത്തല്ലദീന അൻഅംത എന്നോ സിറാത്തല്ലദീന അന്നംത എന്ന് ആയി പോകും. അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് സിറാത്തല്ലദീന അൻഅംത എന്ന് തന്നെ പറയേണ്ടതുണ്ട്. അൻഅംതയാ ചിലരെങ്കിലും ഓതുന്നത്, അൻഅംതയിൽ ആ പോയി നൂന വന്നത്. വാണിയമ്പലം ഉസ്താദ് സാധാരണ പറയാറുണ്ടല്ലോ, അൻഅംതയിലെ ഹംസ ശ്രദ്ധിച്ചില്ല എങ്കിൽ അതിനു മുമ്പുള്ള നൂൻ ശേഷമുള്ള നൂനിലേക്ക് ചേർത്തി നന്നംത, നന്നംത എന്ന് തെറ്റായി വരും. അതുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് സിറാത്തല്ലദീന അൻഅംത അലൈഹിം, അലൈഹിം എന്ന കലിമത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്.
ആദ്യത്തെ അക്ഷരം ഐൻ ആണല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഐൻ പ്രാക്ടീസ് ചെയ്യാൻ അല്ലഫൽ അലിഫിലെ വരികൾ നാം ചൊല്ലിയിട്ടുണ്ട്. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് വിശുദ്ധ ഖുർആൻ കൃത്യമായി പാരായണം ചെയ്യാൻ സാധിക്കുന്നത്. സിറാത്തല്ലദീന അൻഅംത അലൈഹിം അൻഅംത അലൈഹിം 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 എന്നതിലെ ആദ്യാക്ഷരമാകുന്ന ഐൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ചില ആളുകൾ ലാമിനിക്ക് യകാരം കൊടുത്തുകൊണ്ട് അലൈഹിം ലേ എന്ന് പറയാറുണ്ട്. കൃത്യമായ ഫത്ഹ കൊടുത്തുകൊണ്ട് അലൈഹിം 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 എന്ന് തന്നെ ഉച്ചരിക്കണം. അവസാനത്തിൽ വരുന്ന ഹാഇന്റെ ഉച്ചാരണം തൊണ്ടയുടെ താഴെ നിന്ന് കാറ്റോടു കൂടിയാണല്ലോ ഹ ഉച്ചരിക്കുന്നത്. കൂടുതൽ ശക്തിയായി ഉച്ചരിച്ചുകൊണ്ട് കൃത്യമായ രൂപത്തിൽ ഹ വരാത്ത വിധത്തിൽ ചില ആളുകൾ അലൈഹിം എന്ന് ഒരു ചെറിയ ശബ്ദ് കൊടുത്ത് തെറ്റായി ഓതാറുണ്ട്. വളരെ നേർപ്പിച്ചുകൊണ്ട് അലൈഹിം 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 എന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യുക. സൂറത്തുൽ ഫാത്തിഹയിലെ അവസാന ആയത്താകുന്ന ഈ ആയത്തിൽ പൂർണ്ണമായി ഒറ്റ ശ്വാസത്തിൽ ഓതാൻ കഴിയാത്ത ആളുകൾക്ക് ഇവിടെ വഖഫ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ശ്വാസമെടുത്തുകൊണ്ട് ബാക്കി ഓതി പൂർത്തിയാക്കുകയാണ് വേണ്ടത്. ശ്വാസമുള്ള ആളുകൾ സിറാത്തല്ലദീന മുതൽ വലല്ലാലീൻ വരെ ഒറ്റ ശ്വാസത്തിൽ ഓതുകയും അതിന് കഴിയാത്തവർ ഇപ്പോൾ നാം ഓതി നിർത്തിയ സിറാത്തല്ലദീന അൻഅംത അലൈഹിം അവിടെ വഖഫ് ചെയ്യുകയും ബാക്കി ഓതി പൂർത്തിയാക്കുകയും ചെയ്യുക. ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലീൻ. ഗൈരി എന്ന ആദ്യാക്ഷരം ഗൈൻ ആണല്ലോ. ഗൈൻ ഉച്ചരിക്കുമ്പോൾ തൊണ്ടയുടെ മുകളിൽ നിന്നും കാറ്റില്ലാത്ത വിധത്തിൽ ഗ എന്ന് തന്നെയാണ് പറയുന്നത് എന്ന് ഉറപ്പുവരുത്തുക. ഗൈരി ഗൈരി. ചില ആളുകൾ ഓ പറയും, ഗൈരി ഓ എന്ന് ഒകാരം കൊടുത്തുകൊണ്ട് പറയൽ തെറ്റാണ്. മറിച്ച് ഫത്ഹ കൊടുത്തുകൊണ്ട് ഗൈരി എന്ന് പറയേണ്ടതുണ്ട്. റായിന് കസ്റാകുമ്പോൾ തർഖീഖ് ആണല്ലോ, അതുകൊണ്ട് ഗൈറി എന്ന് പറയാൻ പാടില്ല. ഗൈരി ഗൈരി. ശേഷമുള്ള കലിമത്ത് അൽ മഗ്ദൂബി അൽ മഗ്ദൂബി ചേർത്തി പറയുമ്പോൾ ഗൈരിൽ മഗ്ദൂബി ഗൈരിൽ മഗ്ദൂബി. അവിടെ മീമിന് ശേഷമുള്ള ഗൈൻ എന്ന അക്ഷരം സാക്കിനായ ഗൈനിന്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞതുപോലെ തൊണ്ടയുടെ മുകളിൽ നിന്ന് കാറ്റില്ലാത്ത വിധത്തിലുള്ള ഗൈൻ മഗ്ദൂബി. ഗൈനിന്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശേഷമുള്ള ലാദ് എന്ന അക്ഷരം അറബി അക്ഷരങ്ങളിൽ പറയാൻ ഏറ്റവും പ്രയാസമുള്ള അക്ഷരമാണ് ലാദ്. നാവിന്റെ അരുവിൽ നിന്നും ഒന്നുകിൽ വലതുഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഇടതുഭാഗത്ത് നിന്ന് നാവിന്റെ അരുഭാഗം മേലെ അണപ്പലുകളോട് ചേർന്ന് ഉച്ചരിക്കുന്ന അക്ഷരമാണല്ലോ ലാദ്. ആ അക്ഷരം വളരെ ശ്രദ്ധിച്ചുകൊണ്ട് പറയേണ്ടതുണ്ട്. മഗ്ദൂബി. നാവിന്റെ സൈഡ് അതിനോട് നേരിടുന്ന മുകളിലെ അണപ്പലുകളോട് ചേർത്തിക്കൊണ്ടായിരിക്കണം ഉച്ചരിക്കേണ്ടത്. അവിടെ ചില ആളുകൾ നാവിന്റെ തല പല്ലിന്റെ തലയോട് ചേർത്തി മഗ്ദൂബി എന്ന് തെറ്റായി പറയാറുണ്ട്. മഖ്റജ് മാറിയിട്ടുണ്ട്, അക്ഷരം മാറിയിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കാതെ നാവിന്റെ രണ്ടാലിലൊരു അരു മുകളിലെ അണപ്പലുകളോട് ചേർത്തിക്കൊണ്ട് മഗ്ദൂബി മഗ്ദൂബി എന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും പ്രയാസമുള്ള ഉച്ചരിക്കാൻ പ്രയാസമുള്ള അക്ഷരമാണ് ലാദ്. രണ്ട് സൈഡിൽ നിന്നും ഒരേ സമയത്ത് വലതുഭാഗത്തു നിന്നും ഇടതുഭാഗവും അണപ്പലുകളിൽ തട്ടിക്കുക എന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്തായിരുന്നു എന്ന കിതാബിൽ നിന്നും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഏതായിരുന്നാലും രണ്ടിൽ ഏതെങ്കിലും ഒരു ഭാഗം അതിനോട് നേരിടുന്ന അണപ്പലുകളോട് ചേർത്ത് ലാദ് എന്ന അക്ഷരം തെറ്റില്ലാത്ത വിധം നാം പ്രാക്ടീസ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പ്രാക്ടീസ് ചെയ്തതുപോലെ അല്ലഫൽ അലിഫിലെ വരികളോ അതുപോലത്തെ അക്ഷരങ്ങളുടെ റിയാളുകൾ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന രൂപങ്ങളെല്ലാം കണ്ടെടുത്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്താൽ അക്ഷരങ്ങൾ തെറ്റില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും. അൽ മഗ്ദൂബി എന്ന കലിമത്താണ് നാം പറഞ്ഞത്. അൽ മഗ്ദൂബിയിലെ ഗൈൻ ലാദ് പ്രത്യേകം ശ്രദ്ധിക്കുക.
ഗൈരിൽ മഗ്ദൂബി അലൈഹിം, ഗൈരിൽ മഗ്ദൂബി അലൈഹിം. അലൈഹിം എന്ന കലിമത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ളത്, ചില ആളുകൾ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അവിടെ അലൈഹിം എന്നത് വളരെ കൃത്യമായി പറഞ്ഞവർ തന്നെയും ഗൈരിൽ മഗ്ദൂബി കഴിഞ്ഞതിന് ശേഷം അലൈഹിം എന്ന് ഹംസയോടുകൂടി തെറ്റായി പറയുന്നവരുണ്ട്. അലൈഹിം എന്ന ഐൻ രണ്ട് സ്ഥലത്തും ഒരേ രൂപത്തിൽ കൃത്യമായി തന്നെ പറയേണ്ടതുണ്ട്. അവസാന കലിമത്ത് വലല്ലാലീൻ, വലല്ലാലീൻ. മദ്ദുൽ ലാസിം 3 അലിഫ് നീട്ടിക്കൊണ്ട് ഓതൽ നിർബന്ധമാണ്. 3 അലിഫിനേക്കാൾ കൂടാനോ കുറയാനോ പാടില്ല. മദ്ദുൽ ലാസിം വേഗതയിൽ ഓതുകയാണെങ്കിലും സാവധാനത്തിൽ ഓതുകയാണെങ്കിലും 3 അലിഫ് തന്നെ കൊണ്ടുവരേണ്ടതുണ്ട്. ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലീൻ. ലീൻ എന്ന സ്ഥലത്തുള്ള മദ്ദുൽ ആരിൽ ആണല്ലോ. 1 അലിഫ് 2 അലിഫ് 3 അലിഫ് എന്ന രൂപത്തിൽ നീട്ടാമെങ്കിലും 3 അലിഫ് നീട്ടിക്കൊണ്ട് ഓതലാണ് നല്ലത്. അതേ സമയത്ത് വലല്ലാലി എന്ന് പറഞ്ഞിടത്തുള്ള മദ്ദുൽ ലാസിം 3 അലിഫ് തന്നെ നീട്ടണം, കൂടാനോ കുറയാനോ പാടുള്ളതല്ല. പ്രത്യേകമായി അവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഗൈരിൽ മഗ്ദൂബി മുതൽ വലല്ലാലീൻ വരെ ചേർത്തി ഓതുമ്പോൾ ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലീൻ, അലൈഹിം വ, അലൈഹിം വ, ഹിം വ, ഹിം വ. നന്നായി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ മീം എന്ന അക്ഷരം അവിടെ ഉണ്ടാവുകയുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്ന ഒന്നാണ്, സാക്കിന മീമിന് ശേഷം ഫ, വാവ് എന്നീ അക്ഷരങ്ങൾ വന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മീമിന്റെ ഉച്ചാരണം പൂർണ്ണമായ ശേഷം മാത്രമേ വാവ് ഉച്ചരിക്കാവൂ. അതേസമയത്ത് അതിനുവേണ്ടി ചെറിയ ഒരു സക്ത നൽകിക്കൊണ്ട് ഒരു ഗ്യാപ്പ് കൊടുത്തുകൊണ്ട് അലൈഹിം വല എന്ന രൂപത്തിൽ പറയാറുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. മീം പൂർണ്ണമായും ഉച്ചരിച്ച ശേഷം വാവ് അതിനോട് ചേർത്തിക്കൊണ്ട് തന്നെ പറയുക. അലൈഹിം വല, അലൈഹിം വലല്ലാലീൻ. അലൈഹിം വ, ഹിം വ എന്ന് മീം പൂർണ്ണമായതിനു ശേഷം വാവ് ചേർത്തിക്കൊണ്ട് പറയുക. അതിനിടയിൽ ഗ്യാപ്പ് കൊടുക്കുകയോ അല്ലെങ്കിൽ മീമിനെ കൂടുതൽ മണിക്കുകയോ ചെയ്യരുത്. അലൈഹിം വല എന്ന രൂപത്തിൽ മീമിനെ കൂടുതൽ മണിക്കാൻ പാടില്ല. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലീൻ എന്ന് പാരായണം ചെയ്യേണ്ടതുണ്ട്. സൂറത്തുൽ ഫാത്തിഹയുടെ പാരായണമാണ് ഈ ക്ലാസ്സുകളിലൂടെ നാം പഠിച്ചത്. ഫാത്തിഹയ്ക്ക് ശേഷം ആമീൻ പറയൽ സുന്നത്തുണ്ട് എന്ന് നമുക്കറിയാം. ആമീൻ പറയുന്ന രൂപം ആമീൻ. ആ എന്നത് 1 അലിഫിന്റെ ഖദർ നീട്ടുകയും മീൻ എന്നത് 3 അലിഫ് നീട്ടിക്കൊണ്ട് ആമീൻ ഈ രൂപത്തിലാണ് പറയേണ്ടത്. ചില ആളുകൾ ആമീൻ ആ കൂടുതൽ നീട്ടുകയും മീമിനൊരു ശബ്ദ കൊടുക്കുകയും ചെയ്യുന്നത് കാണാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടുള്ളതല്ല. ആമീൻ ഈ രൂപത്തിൽ തന്നെ ഫാത്തിഹയ്ക്ക് ശേഷം ആമീൻ എന്ന് നാം പറയേണ്ടതുണ്ട്. ഏതായിരുന്നാലും സൂറത്തുൽ ഫാത്തിഹയിലെ ഓരോ അക്ഷരങ്ങളും കൃത്യമായും വ്യക്തമായും ഉച്ചരിച്ചെങ്കിൽ മാത്രമേ ഫാത്തിഹ സ്വഹീഹാവുകയുള്ളൂ, എങ്കിലേ നിസ്കാരം സ്വഹീഹാവുകയുള്ളൂ. അതുകൊണ്ട് അതിന്റെ ഗൗരവം മനസ്സിലാക്കി സൂറത്തുൽ ഫാത്തിഹയിലെ മുഴുവൻ അക്ഷരങ്ങളും 156 അക്ഷരങ്ങളും കൃത്യമായി ഉച്ചരിക്കാൻ കഴിയുന്നുണ്ട് എന്ന് നാം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അറിയുന്ന ആളുകൾക്ക് ഓതി കേൾപ്പിച്ചുകൊണ്ടോ നാം ഓതി റെക്കോർഡ് ചെയ്ത ശേഷം നമ്മൾ തന്നെ കേട്ടാൽ നമ്മുടെ ഖിറാഅത്ത് ശരിയാണോ എന്ന് നമുക്ക് തന്നെ പരിശോധിക്കാൻ പറ്റും. അങ്ങനെ സൂറത്തുൽ ഫാത്തിഹയുടെ പൂർണ്ണമായിരിക്കുന്ന പാരായണം തെറ്റില്ലാത്ത വിധം നാം പ്രാക്ടീസ് ചെയ്യുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.